അച്ഛൻ എഴുതിയിരുന്നു. ആ കൂടിക്കാഴ്ചയ്ക്കായി ഫിഞ്ച് ഈ മനോഹരമായ സ്യൂട്ട് വാങ്ങി. നിർഭാഗ്യവശാൽ പിന്നീട് അദ്ദേഹം തന്റെ അച്ഛനിൽ നിന്ന് ഒന്നും കേട്ടില്ല. പക്ഷേ അദ്ദേഹം പോസ്റ്റ് കാർഡ് ശേഖരം ആരംഭിച്ചു. കഥയിൽ സ്പർശിച്ച ജെഫ് വേഗത്തിലാക്കിയാൽ 18 മണിക്കൂറിനുള്ളിൽ ഗോൾഡൻ ഗേറ്റിൽ എത്താൻ കഴിയുമെന്ന് ആവേശത്തോടെ പ്രഖ്യാപിക്കുന്നു. പക്ഷേ താൻ ഉടൻ മരിക്കുമെന്നും അവിടെ എത്താൻ കഴിയില്ലെന്നും ഫിഞ്ച് അവനെ ഓർമ്മിപ്പിക്കുന്നു. ഗുഡ്ഡിയറിനെ നന്നായി പരിപാലിക്കാമെന്ന് ജെഫിനെക്കൊണ്ട് വാക്ക് പറയിച്ച ശേഷം നായയുമായി എങ്ങനെ കളിക്കണമെന്ന് കാണിച്ചുകൊടുക്കാൻ ഫിഞ്ച് ഒരു പന്തെറിയുന്നു. ജെഫും പന്തെറിയുന്നു. പക്ഷേ ഗുഡ്ഡിയർ ഇപ്പോഴും ജെഫിനോട് സംശയമുള്ളതിനാൽ അത് എല്ലായ്പ്പോഴും ഫിഞ്ചിന്റെ അടുത്തേക്ക് കൊണ്ടുവരുന്നു. പെട്ടെന്ന് ഫിഞ്ച് രക്തം ചുമയ്ക്കുന്നു. സഹായിക്കാൻ കഴിയുമോ എന്ന് ജെഫ് ചോദിക്കുമ്പോൾ താൻ ഇതിനകം ചെയ്തു എന്ന് ഫിഞ്ച് പറയുന്നു. തുടർന്ന് അദ്ദേഹം ജെഫിന്റെ കൈകുലുക്കുകയും അവർ സ്നേഹത്തോടെ കെട്ടിപ്പിടിക്കുകയും ചെയ്യുന്നു. അതിനുശേഷം ഗുഡ്ഡിയർ അവനെ ശ്രദ്ധിക്കുമ്പോൾ ഫിഞ്ച് വിശ്രമിക്കാൻ ആർവിയിലേക്ക് പോകുന്നു. ജെഫ് പുറത്ത് അവരുടെ സാധനങ്ങൾ എടുക്കാൻ നിൽക്കുന്നു. പക്ഷേ സൂര്യൻ അസ്തമിക്കുമ്പോൾ ഗുഡ്ഡിയർ കരയുന്നത് കേൾക്കുകയും ഫിഞ്ച് ഒടുവിൽ മരിച്ചുപോയെന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നു. തങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്തിനെ ബഹുമാനിക്കാൻ ജെഫും ഗുഡ്ഡിയറും അദ്ദേഹത്തിനൊരു വൈക്കിംഗ് ശവസംസ്കാരം നൽകുന്നു. അദ്ദേഹത്തിന്റെ UV സ്യൂട്ട് ഉപയോഗിച്ച് അവനെ കത്തിക്കുന്നു. തുടക്കത്തിൽ ജെഫിന് വഴി നഷ്ടപ്പെട്ടതായി തോന്നുന്നു. എന്തു ചെയ്യണമെന്ന് അറിയില്ല. പക്ഷേ താമസിയാതെ നായയെ പരിപാലിക്കാനുള്ള തന്റെ വാഗ്ദാനം അവൻ ഓർക്കുന്നു. അവൻ ഗുഡ്ഡിയറിന് ഭക്ഷണം നൽകുകയും അവനോടൊപ്പം കളിക്കുകയും ചെയ്യുന്നു. ആദ്യമായി ഗുഡ്ഡിയർ പന്ത് ജെഫിന്റെ അടുത്തേക്ക് കൊണ്ടുവരുന്നു. ഒരുമിച്ച് കളിക്കുന്നത് അവരെ അടുപ്പിക്കുന്നു. ഗുഡ്ഡിയർ ജെഫിനെ കെട്ടിപ്പിടിക്കുക പോലും ചെയ്യുന്നു. അതിനുശേഷം അവർ വീണ്ടും യാത്ര തുടങ്ങുന്നു. യാത്ര പൂർത്തിയാക്കാൻ ദൃഢനിശ്ചയം ചെയ്യുന്നു. ഒടുവിൽ അവർ സാൻ ഫ്രാൻസിസ്കോയിലെത്തുമ്പോൾ ജെഫ് ഫിഞ്ചിനായി ഒരു സ്മാരകം സ്ഥാപിക്കുന്നു. തുടർന്ന് ഗുഡ്ഡിയറിനൊപ്പം ഗോൾഡൻ ഗേറ്റ് കാണാൻ പോകുന്നു. അതിന്റെ സൗന്ദര്യത്തിൽ അവൻ അത്ഭുതപ്പെടുന്നു. പക്ഷേ ആളുകൾ തങ്ങളുടെ പ്രിയപ്പെട്ടവരെ എവിടെ കണ്ടെത്തണമെന്ന് അറിയിക്കാൻ വെച്ച സന്ദേശങ്ങൾ കണ്ട് അവൻ കൂടുതൽ അത്ഭുതപ്പെടുന്നു. കൂടുതൽ അതിജീവിച്ചവർ ഉണ്ടെന്ന് മനസ്സിലാക്കിയ ജെഫ് ഗുഡ്ഡിയറിനോട് അവരെ കണ്ടെത്തണമെന്ന് പറയുന്നു. അതിനാൽ അവൻ അവരുടെ ഒരു ചിത്രമുള്ള പോസ്റ്റ് കാർഡ് അവിടെ തൂക്കിയിടുകയും ഒരു പുതിയ ജീവിതം ആരംഭിക്കാൻ തയ്യാറായി നായയുമായി പോകുകയും ചെയ്യുന്നു.